നമസ്കാരം, ഞാൻ ആര്യ. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് വീഡിയോ ആണ്. ഒരു ഫെസ്റ്റീവ് ലുക്കാണ് കേട്ടോ. ഇപ്പോൾ ദിവാലിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ലുക്കാണ്. ഞാൻ കുറച്ചുകൂടി വേറൊരു ലുക്കാണ് പ്ലാൻ ചെയ്തത്, പക്ഷേ ഇത്തവണ ഇതാക്കി കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ ദിവാലി സീരീസ് മാതിരി വീഡിയോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും കൂടുതൽ ദിവാലി സ്പെഷ്യൽ വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇതാണ് കേട്ടോ മേക്കപ്പ് വീഡിയോ. ആദ്യത്തേത് ഇതാണ്. പിന്നെന്താ പറയുക, ഓക്കെ, ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ 2 പ്രോഡക്റ്റ്സ് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് ബോഡി മിസ്റ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ 2 എണ്ണം ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും വന്നിട്ട് സെയിം ബ്രാൻഡാണ്. അജ്മൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയുന്നതിന് മുന്നേ ഞാനിത് എവിടെ നിന്നാണ് വാങ്ങിയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. ട്രെൽ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ നിന്നാണ്. ട്രെൽ എന്ന് പറയുന്ന ആപ്പിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, ട്രെൽ ഒരു ഷോപ്പിംഗ് ആപ്പാണ് കേട്ടോ. നമുക്ക് എല്ലാ പ്രോഡക്ട്സും ഒരൊറ്റ ആപ്പിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ ബ്യൂട്ടി പ്രോഡക്ട്സ് മാത്രമല്ല, എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്യൂട്ടി കാറ്റഗറിയിൽ വരികയാണെങ്കിൽ മേക്കപ്പ് ഉണ്ട്, സ്കിൻ കെയർ, ഹെയർ കെയർ, ഇതുപോലെ ഫ്രേഗ്രൻസ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. ഇനി നിങ്ങൾ എന്തുകൊണ്ട് ട്രെല്ലിൽ നിന്ന് ഷോപ്പ് ചെയ്യണം എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ബ്രാൻഡ്സും ഇതിൽ അവൈലബിൾ ആണ്. അതൊരു കാര്യം. ഇപ്പോൾ നമ്മൾ സ്കിൻ കെയറും മേക്കപ്പൊക്കെ പറയുകയാണെങ്കിൽ മെബിലിൻ, ലാക്മി, ലോറിയൽ, അതുപോലെ പ്ലം, മാമ-എർത്ത്, വാവ്, ഒരുവിധം എല്ലാം നമ്മൾ കാണുന്ന എല്ലാ ബ്രാൻഡ്സും ഇതിലും അവൈലബിൾ ആണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, എല്ലാവരും ഷോപ്പ് ചെയ്യുമ്പോൾ നോക്കുന്നത് ഡിസ്കൗണ്ട് ഓഫേഴ്സൊക്കെയാണ്. അത് ഇതിൽ കൂടുതലാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു മന്ത്, ഒക്ടോബർ മന്തിൽ ഫുൾ സെയിലാണ് നടക്കുന്നത്. അപ് ടു 80% വരെ പ്രോഡക്ട്സിന് ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സൈറ്റിൽ ഓൾറെഡി ഡിസ്കൗണ്ടിലാണ് പ്രോഡക്ട്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ എനിക്കൊരു കൂപ്പൺ കോഡ് ഉണ്ട്, ഞാനിവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് എന്നുള്ളത്. അത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ 25% ഇത്തവണ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാൻസ് ഒരിക്കലും മിസ് ചെയ്യരുത്. ജസ്റ്റ് ഞാൻ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം ഡിഫറൻസ് വരുന്നുണ്ട് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെ പകുതിയിൽ താഴെയാണ് കേട്ടോ പ്രൈസ് വരുന്നത്. ഡിസ്കൗണ്ട് പ്രൈസിൻ്റെ കൂടെ ഈ ഒരു കൂപ്പൺ കോഡ് കൂടെ വരുമ്പോൾ പകുതി പോലും ആവുന്നില്ല. അടിപൊളി ചാൻസാണ്, ഒരിക്കലും മിസ് ചെയ്യരുത്. അതുപോലെ ഫ്രീ ഡെലിവറിയാണ് കേട്ടോ, അവർക്ക് ഫ്രീ ഡെലിവറിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ലിങ്ക്സും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ. ഇനി ഈ 2 പ്രോഡക്ട്സിനെ പറ്റിയിട്ട്, 2 ബോഡി മിസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ഫസ്റ്റ് വൺ ഇത് ആൻഡ് പ്രറ്റി വോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയൻ്റാണ്. ഓക്കെ, ഇത് 200 ml ആണ് കേട്ടോ. രണ്ടും 200 ml ആണ്. പാക്കേജിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലാണ്, അതുകൊണ്ട് നമ്മൾ വലുതായിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇതിൻ്റെ ഒരു ഫ്രേഗ്രൻസ് പറയുകയാണെങ്കിൽ നല്ല ഒരു എന്താ പറയുക, അത്ര സ്ട്രോങ് ഒന്നുമല്ല കേട്ടോ. പലർക്കുമുള്ള പ്രശ്നം അതാണ്, സ്ട്രോങ് ആണോ എന്നൊക്കെയാണ് പലരും ഈ ബോഡി മിസ്റ്റ് കാണുമ്പോൾ നോക്കുന്നത്. അപ്പോൾ ഇതത്ര സ്ട്രോങ് ഒന്നുമല്ല. ഇത് 2ൽ ചോദിച്ചാൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഇതാണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഡെയിൻറ്റി ഗ്ലാം, ആൻഡിൻ്റെ ഡെയിൻറ്റി ഗ്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി മിസ്റ്റ്. ഇതും 200 ml തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചുകൂടി എന്താ പറയുക, ഒരു ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു ഫ്രൂട്ടി സ്മെല്ലാണ് എനിക്ക് കൂടുതലും തോന്നിയത്. അപ്പോൾ പാക്കേജിംഗ് ഒക്കെ ഞാൻ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക്കാണ്, രണ്ടും സെയിം പാക്കേജിംഗ് ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫേവറേറ്റ്. ഓക്കെ, വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഓരോ ബോഡി മിസ്റ്റിൻ്റെ കൂടെ നമുക്ക് ഫ്രീ സാമ്പിൾസ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് ഗ്ലാസ് ബോട്ടിലാണ്. ഓക്കെ, ഇത് ഡിഫറെൻറ്റ് വേരിയൻസ് ആണ് കേട്ടോ. ഒന്ന് വന്നിട്ട് എറ്റേണൽ റേഡിയൻസ്, ഇതും അതുപോലെ ഒരെണ്ണമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായാലും മറക്കണ്ട, നിങ്ങൾ എന്തായാലും ട്രെല്ലൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും. അതുപോലെ എൻ്റെ കൂപ്പൺ കോഡും മിസ് ചെയ്യേണ്ട, കാരണം ഈ പോകുന്ന ഡിസ്കൗണ്ടിൻ്റെ കൂടെയാണ് അഡീഷണൽ 25% കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ചെയ്യുമ്പോൾ ഞാൻ സ്കിൻ കെയറും സിമ്പിളാക്കി തന്നെ വെക്കാറുണ്ട്. കാരണം നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നും ലെയർ ഓൺ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ന്യൂട്രിഡേമിൻ്റെ ഈ ഒരു വിറ്റമിൻ ഇ മോയ്സ്ചറൈസിങ് ലോഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെനിക്ക് നല്ലൊരു ബേസ് തരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ മേക്കപ്പിന്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഫൗണ്ടേഷനിലേക്ക് പോവുകയാണ്. ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനാണ് എടുത്തിട്ടുള്ളത്, മെബിലിൻ്റെ. ഇത് നല്ല ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ.
ഇതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നാൽ പോലും നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫൗണ്ടേഷനാണ്. കാരണം ബ്ലെൻഡ് ചെയ്യാൻ അത്രയും ഈസിയാണ്. ഞാനിവിടെ ബ്രഷ് യൂസ് ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്ക് സ്പഞ്ചോ അല്ലെങ്കിൽ കൈ വെച്ച് പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിതാണ് എടുത്ത് അത്യാവശ്യം നല്ല കവറേജും തരുന്ന ഒരു ഫൗണ്ടേഷനാണ്. ഇവരുടെ തന്നെ സെയിം റേഞ്ചിൽ വരുന്ന കോമ്പാക്റ്റ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വേറെ ഒരുപാട് എന്താ പറയുക പ്രൈമറും അങ്ങനെയൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം മേക്കപ്പ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ ഫൗണ്ടേഷൻ ഒന്ന് സെറ്റ് ചെയ്യുകയാണ് സെയിം കോമ്പാക്റ്റ് വെച്ചിട്ട്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഷെയ്ഡ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഫേസ് ഒന്ന് കോണ്ടോർ ചെയ്യുകയാണ്. ഫേസ് ഭയങ്കര സ്ലിം ആയിട്ടുള്ളവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്ക് ആ ഒരു ഫേസിൻ്റെ ഒരു സ്ട്രക്ചർ നന്നായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുത്താൽ. പ്രത്യേകിച്ച് എന്നെപ്പോലെ വലിയ നെറ്റിയൊക്കെ ഉള്ളവർക്ക് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളത് ഫോർഹെഡാണ്. കൂട്ടത്തിൽ ഫേസും ഒന്ന് ചെയ്ത് കൊടുക്കാറുണ്ട്. അതിനുശേഷം ബ്ലഷാണ് സെയിം പാലറ്റിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഫെസ്റ്റീവ് ലുക്ക് ആകുമ്പോൾ ഹൈലൈറ്റർ വേണമല്ലോ. അപ്പോൾ ഇത് മേബിലിൻ്റെ മാസ്റ്റർ ക്രോം ഹൈലൈറ്റർ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാളും ഒരു അടിപൊളി ഹൈലൈറ്റർ വേറെ ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഹയസ്റ്റ് പോയിൻറ്റ്സിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത ഐഷാഡോ ആണ്. അപ്പോൾ ഐഷാഡോ ഇടുന്നതിന് മുന്നേ ഒരു ബേസ് വേണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രൈമർ യൂസ് ചെയ്യാം, ഐഷാഡോ പ്രൈമർ യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ കൺസീലർ യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ ഫൗണ്ടേഷൻ തന്നെ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഐബ്രോസ് ചെയ്യാൻ വിട്ടുപോയി, അതുകൊണ്ട് ഐബ്രോസ് ചെയ്യുകയാണ്. ഇതിനിടയ്ക്ക് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. മോൾ അവിടെ നിൽക്കുകയാണ്, അവിയക്കുട്ടി അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവളോടാണ് സംസാരിക്കുന്നത്. എൻ്റെ ഓരോ സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അതൊക്കെ അവിടെ വയ്ക്കാൻ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അവളെയും കൂടി നിർത്തിക്കൊണ്ട് ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ലുക്കല്ല സത്യം പറഞ്ഞാൽ പ്ലാൻ ചെയ്തത്. പിന്നെ ഇത്രയും കുറച്ച് കഷ്ടപ്പെട്ട് അവളും കൂടി ഉള്ളത് കാരണം കുറച്ച് ബുദ്ധിമുട്ടി ചെയ്തൊരു വീഡിയോ ആയതുകൊണ്ട് മാത്രം ഞാൻ ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഒന്നാമത്തെ കാര്യം ലൈറ്റിംഗ് ഭയങ്കര മോശമായിരുന്നു. രാത്രിയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ ഐ ഷാഡോ ഒക്കെ ഞാൻ വളരെ സിമ്പിളായിട്ട് വെച്ചു. കുറച്ചൊരു റെഡ് ആൻഡ് ബ്രൗൺ ഷെയ്ഡ്സാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം വന്നിട്ട് കുറച്ചൊരു സിമ്പിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ഷാഡോ കുറച്ചൊന്ന് ഹെവി ആയിട്ട് നിന്നോട്ടെ എന്ന് വിചാരിച്ചു. അതിനുശേഷം ഇവിടെ ഐലൈനറായിട്ട് യൂസ് ചെയ്തത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു പെൻ ഐലൈനറാണ്. പിന്നെ ഞാനൊരു കാജൽ എടുത്തിട്ട് വാട്ടർ ലൈനിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ഐ ഷാഡോ ബ്രൗൺ ഐ ഷാഡോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ. ഐ മേക്കപ്പ് കഴിഞ്ഞു. ഐ മേക്കപ്പ് ജസ്റ്റ് ഒന്ന് പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കാനായിട്ട് ഒരു ഫൗണ്ടേഷൻ വെച്ചിട്ട് തന്നെ ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലിപ്സ്റ്റിക്കും കൂടെ ഇട്ടിട്ട് ഫിനിഷ് ചെയ്യുകയാണ്. ഇത് വന്നിട്ട് ലാക്മിയുടെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്, ബ്രൗൺ ഷെയ്ഡാണ്. അപ്പോൾ ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇനി ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല, കാരണം ഒരു ഹോൾ വീഡിയോ പുറകെ വരുന്നുണ്ട്. ഓക്കെ, ദിവാലി സ്പെഷ്യൽ ഒരു ഹോൾ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.